എല്ലാമുണ്ട് പുഷ്പയ്ക്കോ എന്ന ചിലതോ ഇല്ലില്ല ഇല്ല ഇല്ല സ്ക്രിപ്റ്റേ ഇല്ല. വല്ലാണ്ട് പ്രതീക്ഷ നൽകുന്ന സിനിമകളൊക്കെ തിയേറ്ററുകളിൽ വല്ലാണ്ട് നിരാശ നൽകുന്ന ഒരു ടൈമിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്താണ് പുഷ്പ ദ റൂൾ എന്ന് പറയുന്ന സിനിമയായിട്ട് സുകുമാർ ആൻഡ് ടീം, അല്ലു അർജുൻ ആൻഡ് ടീം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. 2021 പുറത്തിറങ്ങിയ പുഷ്പ ദ റൈസിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന സിനിമയാണ്. ചിത്രം ഇന്ന് റിലീസായിരിക്കുകയാണ്. ചിത്രം കണ്ടു. പാലക്കാട് ബി ദേവിദുർഗ തിയേറ്ററിൽ നിന്നാണ് ഞാൻ കണ്ടത്. ഫാൻ ഷോ ആണ് കണ്ടത്. 4 മണിക്കായിരുന്നു ഷോ. പക്ഷേ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ മാനിച്ച് 5 മണിക്കത്തേക്ക് ഷോ മാറ്റി. അങ്ങനെ 5 മണിക്ക് തുടങ്ങിയ ഷോ 8:30 വരെ 3.5 മണിക്കൂർ കണ്ട് വന്ന് ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോ ഷായ്. തെലുങ്ക് ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടറായ സുകുമാർ കഥ, തിരക്കഥ, സംവിധാനം ചെയ്ത് അല്ലു അർജുൻ, രശ്മിക മന്ദാന, സുനിൽ, ഫഹദ് ഫാസിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന് ഡിസംബർ 5-ാം തീയതി പുറത്തിറങ്ങിയ ചിത്രമാണ് പുഷ്പ ദ റൂൾ. 2021 പുറത്തിറങ്ങിയ പുഷ്പ ദ റൈസിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നൊരു സിനിമയായിരുന്നു. ആ സിനിമ പറഞ്ഞു വെച്ചൊരു പ്ലോട്ട് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിങ്ങോടുകൂടി സെക്കൻഡ് പാർട്ട് കാണാനുള്ളൊരു ആഗ്രഹം ഉളവാക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു എൻഡിങ് കൊണ്ടുവച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുഷ്പ സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടി എല്ലാവരും തിയേറ്ററിലേക്ക് പോകുന്നത്. സിനിമ എങ്ങനെയുണ്ട് എന്ന് പെട്ടെന്ന് തന്നെ പറയാം. എന്നെ വല്ലാണ്ട് നിരാശപ്പെടുത്തിയ ഒരു സിനിമ തന്നെയാണ് പുഷ്പ 2. സിനിമയുടെ റൺ ടൈമാണ് എന്നെ ഏറ്റവും കൂടുതൽ വലച്ച ഒരു കാര്യം. പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ വലിച്ചു നീട്ടി 3.5 മണിക്കൂർ തിയേറ്ററിൽ ഇരുത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കൊരു പക്ഷേ അത്ര നേരം പിടിച്ചിരിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഒന്നുമല്ലാത്ത കുറേ സീനുകളിനെയൊക്കെ വല്ലാണ്ട് വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയ ഒരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ടൈപ്പിലുള്ള ഒരു സിനിമ തന്നെയാണ് പുഷ്പ 2 എന്ന് പറയുന്നത്. എന്നാൽ ഈ അടുത്തിറങ്ങിയ കങ്കുവ പോലത്തെ വെറുപ്പിക്കുന്ന പടങ്ങളോ ആ ഒരു ശ്രേണിയിലേക്ക് എടുത്ത് വെക്കാൻ പറ്റുന്നൊരു സിനിമയല്ല. കണ്ടിരിക്കാം. പക്ഷേ ഈ 3.5 മണിക്കൂർ എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള സീനുകൾക്ക് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് വലിച്ചു നീട്ടി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പുഷ്പ എന്ന് പറയുന്ന സിനിമയെ തന്നെ പുഷ്പ എന്താണെന്ന് പറഞ്ഞു വെച്ചു. ഇനി 2ാമത്തെ പാർട്ടിലും പുഷ്പ എന്താണ്, പുഷ്പ ആരാണെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ആ രജിസ്റ്റർ ആയി ആ ക്യാരക്ടർ. വീണ്ടും ആ ക്യാരക്ടറിനെ ഒന്ന് പുഷ് ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സിനിമ തുടങ്ങുന്ന സമയത്ത് ജപ്പാനും, അത് കഴിഞ്ഞിട്ട് കുറച്ച് സീനുകൾക്ക് ശേഷം നാട് കാണിക്കാൻ തുടങ്ങും. പിന്നീട് ആ ജപ്പാനിൽ പോയ ഒരു സീനുമായിട്ട് ഒരു കണക്ഷനേ ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ട്രെയിലറിൽ കാണിച്ച 1-2 ഷോട്ടോ സീനുകളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നമ്മൾ മനസ്സിൽ എന്താണോ പ്രതീക്ഷിച്ചു പോയ ആ സാധനങ്ങളൊന്നും ഇല്ലാതെ ഒരു വളരെ ടിപ്പിക്കലായിട്ടുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറി ലൈനെ എടുത്ത് വലിച്ചു നീട്ടിയ ഒരു സിനിമയാണ് പുഷ്പ 2. അടുത്തൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ രശ്മിക മന്ദാന തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഒട്ടും വർക്കൗട്ടാകാത്ത ഒരു ക്യാരക്ടറാണ് രശ്മിക മന്ദാന. പുള്ളിക്കാരത്തിയുടെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ടും ഓവറായിട്ടും എനിക്ക് തോന്നാറുണ്ട്. ആനിമൽ എന്ന് പറഞ്ഞ സിനിമ തന്നെ എൻ്റെ ഉദാഹരണമായിരുന്നു. ഈ പടത്തിലും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില 2-3 സീനുകളൊക്കെ പുള്ളിക്കാരത്തി അത്യാവശ്യം ഹാൻഡിൽ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മേ ബി ബെറ്റർ ആകുമായിരിക്കും. ഈ പടത്തിന്, എൻ്റെ അഭിനയത്തിന് പുള്ളിക്കാരത്തിക്ക് നാഷണൽ അവാർഡ് കിട്ടുമെന്നും പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിന് തള്ളിയിരുന്നു. പൊന്നുവായി, പുഷ്പ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടായിരുന്നു. പലർക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എന്നാലും എനിക്ക് കിട്ടിയൊരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു സൂപ്പർ വേർഷൻ എനിക്ക് കാണണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ സെക്കൻഡ് പാർട്ട് കാണാൻ തിയേറ്ററിലേക്ക് പോകുന്നത്. എന്നാൽ ഒരു പുഷ്പ ദ സൂപ്പർ ഹീറോ ടൈപ്പ് സാധനങ്ങളൊക്കെ കാണിച്ച് വെച്ച കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് എന്നെ വല്ലാണ്ട് നിരാശപ്പെടുത്തി. കാരണം ഒന്നുമില്ലായ്മ പോലെ, ഫാൻസുകാർക്കൊന്നും കൈയടിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലേക്ക് പടം അത്രയും വലിച്ചു നീട്ടലിൻ്റെ ആവശ്യമില്ലായിരുന്നു. നവീൻ നൂലിയാണ് ഇതിൻ്റെ എഡിറ്റർ. ലക്കി ഭാസ്കറാണ് പുള്ളിയുടെ ഏറ്റവും ലാസ്റ്റായിട്ട് ഇറങ്ങിയ സിനിമ. കുറച്ചും കൂടിയൊക്കെ കട്ട് ചെയ്ത് കളയായിരുന്നു. സീനുകളൊക്കെ വെട്ടി കണ്ടിച്ച് കളഞ്ഞുകൂടായിരുന്നോ? എന്തിനാണ് ഈ 3.5 മണിക്കൂർ പടത്തായിട്ട് വലിച്ച് നീട്ടിയത്? പുഷ്പ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കേട്ട ഒരു BGM ആയിരുന്നു, ട ട ട ട ട ട. ആ സാധനം ഇട്ടേ ഇല്ല.
എവിടെ പോയെന്നാണ് ആലോചിക്കുന്നത്. ആ സാധനങ്ങളൊക്കെ ഇടുകയായിരുന്നെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു പമ്പിങ് ഉണ്ടായിരുന്നെ. ഇവിടെ ഒരു വളരെ ടിപ്പിക്കലായിട്ടുള്ള രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ മോശമെന്നല്ല ഞാൻ പറയുന്നത്, സാം CS ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഒരു ലിമിറ്റ് ഒരു 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 ഹൈ ഉണ്ടല്ലോ, ആ സാധനത്തിലേക്ക് ഒരു സീൻ പോലും എലവേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഡയറക്ഷൻ്റെ സെക്ഷനിൽ പുള്ളി പെർഫെക്റ്റ് ആയിട്ട് എടുത്തു. ലോജിക്ക് പരമായിട്ട് കാര്യങ്ങളെ ചിന്തിപ്പിക്കാനും ഒക്കെ പുള്ളി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു ഹൈ മൊമെൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ പുഷ്പ എന്ന് പറയുന്ന സിനിമയ്ക്ക്, പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. ക്യാരക്ടേഴ്സിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടം ഉണർത്തുന്ന ഒരു കാര്യം. ഫഹദ് ഫാസിലിൻ്റെ ഭൻവർ സിംഗ് ഷിഖാവത്ത് എന്ന് പറഞ്ഞ പോലീസ് ക്യാരക്ടറിനെ പോലും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. പക്ഷെ വന്ന സീനുകൾ പുള്ളി ഗംഭീരമാക്കിയിട്ടുമുണ്ട്. പല സീനുകളിലും സിനിമ തുടങ്ങി കുറച്ചു നേരം കഴിയുമ്പോൾ പുള്ളിയെ കാണിക്കും, അത് കഴിഞ്ഞ് പിന്നീട് പുള്ളിയേ ഇല്ല. പിന്നെ പുഷ്പയുടെ കുറേ കാര്യങ്ങളെല്ലാം കാണിച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് വരും, പിന്നെ പോവും. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ ഒന്ന് പുള്ളിയെ കാണിക്കും, പിന്നീട് പോവും, പിന്നെ എപ്പോഴോ തിരിച്ചു വരും, പിന്നെ ഒരു പോക്കാ, പിന്നെ തിരിച്ചു വരുന്നതേ ഇല്ല. എവിടെ പോയെന്നൊരു പിടുത്തവും ഇല്ല. എന്താ പറയുക, ആ രീതിയിലാണ് ഇതിനെ കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയാം. പിന്നീട് ഒരു കാര്യം, പുഷ്പ സിനിമയുടെ കഥ, ബേസ് കഥ, ഞാൻ പറയുന്ന അതിൻ്റെ ആക്ഷൻ സീക്വൻസുകളോ അല്ലെങ്കിൽ മാസ് എലമെൻസോ ആക്ഷൻ സെറ്റ് പീസുകളോ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ ബേസ് കഥ മനസ്സിലായവർക്ക് ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് വർക്കൗട്ടാവും. ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. ഞാൻ ആരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോയി കാണുക. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഈ അടുത്തിറങ്ങിയ കുറച്ച് വെറുപ്പിച്ച കുറച്ച് സിനിമകളിലെ അപേക്ഷിച്ച് ഇത് ബെറ്ററാണ്. പക്ഷേ ഈ റൺ ടൈം വളരെ വലുതാണ്. പിന്നെ കഥയിലൊന്നും ഇത് തന്നെ ഇല്ല. പിന്നെ സ്ക്രീൻ ഇതിൽ കുറേ പരിപാടികളൊക്കെ കാണാം. അല്ലു അർജുൻ്റെ ഡാൻസ്, ഫൈറ്റ്സ്, തെഗ്ഗതലെ ഈ പരിപാടിയൊക്കെ കാണാം. അപ്പോൾ ആ ഒരു ഒരു സാധനങ്ങളൊക്കെ കാണാനും എൻജോയ് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് ധൈര്യമായിട്ട് പോവാം. അല്ലാത്ത പക്ഷം പരിസരത്തേക്ക് എടുക്കണ്ട. നല്ല സിനിമകളൊക്കെ മേ ബി നെക്സ്റ്റ് വീക്ക് വരുന്നതായിരിക്കും. അപ്പം തിയേറ്ററിലേക്ക് പോവാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പീസ് ഔട്ട്. ഓഫീസിൽ പോകണം.